CPM-ന് അടുത്ത കാലത്ത് വന്ന തിരിച്ചടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഐഷ പോറ്റി പാർട്ടി വിട്ടത്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു മണ്ഡലം കൊട്ടാരക്കര, മന്ത്രി, അതും കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി KN ബാലഗോപാലൻ കഷ്ടിച്ച് രക്ഷപ്പെട്ട ഒരു മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വരുന്നത് ഇനി CPM-ൻ്റെ പഴയ നേതാവായ ഒരു MLA എന്ന് പറയുന്നത് വലിയ തിരിച്ചടി തന്നെയാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം. നമുക്കറിയാം, 40,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഒരു CPM സ്ഥാനാർത്ഥിക്കും ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ് കൊട്ടാരക്കരയിൽ. കാരണം കൊട്ടാരക്കര R ബാലകൃഷ്ണപിള്ളയുടെ തട്ടകമായിരുന്നു. അങ്ങനെ ഒരു തട്ടകം തകർത്തുകൊണ്ട് അവിടെ CPM-ൻ്റെ ചെങ്കൊടി പാറിച്ച ഒരു നേതാവ്, ആ നേതാവ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ തട്ടകത്തിലാണ് എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അംഗീകരിക്കാൻ മനസ്സുകൊണ്ട് പറ്റാത്തത് തന്നെയാണ്. ഐഷ പോറ്റി CPM വിട്ട് കോൺഗ്രസിൽ ചേർന്നതിൽ വലിയ വിഷമമുള്ളത് എന്ന് പറയുന്നത് അതേ കൊല്ലംകാരനായ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബിക്ക് തന്നെയാണ്. വ്യക്തിപരമായി അടുപ്പമുള്ള ആളാണ് ഐഷയെന്നും അവർ പാർട്ടി വിട്ട തീരുമാനം വളരെയധികം തനിക്ക് വേദന ഉണ്ടാക്കിയെന്നും MA ബേബി പറഞ്ഞ് കരയുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇത് ആർക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ്റെയും അതുപോലെ തന്നെ കണ്ണൂർ ലോബിയുടെയും ഈ രാഷ്ട്രീയത്തിന് അകപ്പെട്ടുകൊണ്ട് CPM വിട്ടു പോകുക എന്ന് പറഞ്ഞാൽ അത് CPM-ൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി തുറന്നു പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇവരുടെ കയ്യിൽ ഇനി പാർട്ടി നിന്നാൽ ആ പാർട്ടി ഉണ്ടാകില്ല എന്ന് തന്നെയാണ്. പാർട്ടി തന്നെ അവഗണിച്ചു എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്ന് തനിക്കറിയില്ലെന്നും എതിർപ്പാളയത്തിലേക്ക് പോകുന്നത് വാർത്തയാക്കാൻ കഴിയുന്ന രീതിയിൽ അവസരം നൽകിയത് CPM ആണെന്നും MA ബേബി പറഞ്ഞിരിക്കുന്നു. അതായത് ഐഷ പോറ്റിക്ക് പരാതികൾ ഉണ്ടെങ്കിൽ അത് പാർട്ടിക്കുള്ളിൽ ഉന്നയിക്കാമായിരുന്നുവെന്നും തൻ്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ, അതായത് ഒരു അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ തനിക്ക് എന്തെങ്കിലും രീതിയിൽ തീർക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഐഷയുടെ കാര്യം ഞാൻ തീർത്തു കൊടുക്കുമായിരുന്നു എന്നും പറഞ്ഞ് വിലപിക്കുകയാണ് യഥാർത്ഥത്തിൽ MA ബേബി ചെയ്തിരിക്കുന്നത്. ഐഷ പോറ്റിയെ പാർട്ടി 3 തവണ MLA-യും അതുപോലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഒക്കെ ആക്കി. എന്നിട്ടും അവഗണിച്ചു എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്ന് ഇപ്പോൾ MA ബേബി ചോദിക്കുന്നത് അതിന് ശേഷം വന്ന പിണറായി വിജയൻ്റെയും അതുപോലെ കോടിയേരി ബാലകൃഷ്ണൻ്റെയും സംസ്ഥാന നേതൃത്വത്തിൽ വന്ന തീരുമാനം ഐഷ പോറ്റിക്കൊപ്പമായിരുന്നില്ല എന്നത് തെളിയിക്കുന്നതാണ്. അത് തെക്കൻ ഭാഗങ്ങളിൽ കണ്ണൂർ ലോബി ഉണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളുടെ ഭാഗമാണ് ഐഷ പോറ്റിയുടെ പോക്കും എന്നുള്ളത് ഉറപ്പാണ്. മതിപ്പുണ്ടാക്കുന്ന തീരുമാനമല്ല ഇത് എന്ന് MA ബേബി പറയുകയാണ്. കൊട്ടാരക്കരയിലോ കൊല്ലം ജില്ലയിലോ ഐഷ പോറ്റിയുടെ പോക്ക് ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് CPM പറയുമ്പോഴും CPM-ൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ഐഷ പോറ്റിയുടെ പോക്കിനെ കുറിച്ച് വലിയ ആശങ്കയാണ് പ്രകടിപ്പിക്കുന്നത്. ഐഷ RSSനെ അനുകൂലിച്ചൊക്കെ പ്രതികരണങ്ങൾ നടത്തിയെന്ന് പറയുന്നു എന്നും അതൊക്കെ വല്ലാത്ത വിഷമമുണ്ടാക്കുമെന്നും MA ബേബി പറയുമ്പോൾ ഐഷ പോറ്റിയുടെ പോക്കിനെ ഏത് തരത്തിൽ തങ്ങൾക്ക് അനുകൂലമാക്കാം എന്നുള്ളത് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതൊന്നും ഒരു കാരണവശാലും CPM-ൻ്റെ അണികൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഐഷ പോറ്റി എന്ന് പറയുന്നത് കേരളം കണ്ട ഏറ്റവും മികച്ച ഒരു വനിതാ ഭരണാധികാരികളിൽപ്പെട്ട ഒരാളാണ്. ഐഷ പോറ്റി പോയത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു തിരിച്ചടി തന്നെയാണ്. ആ തിരിച്ചടിയിൽ നിന്ന് രക്ഷപ്പെടാൻ അടുത്ത കാലത്തൊന്നും CPM-നാകില്ല. അത് മനസ്സിലാക്കി തന്നെയാണ് CPM-ൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബിയും ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്.